കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിൽ കത്തിലൂടെ പോരു തുടരാൻ സർക്കാരും ഗവർണറും. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് ആവർത്തിക്കുന്ന ഗവർണർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന് വീണ്ടും കത്തയക്കും. ഗവർണറെ തെറ്റായി ഉപദേശിക്കുന്നത് രാജ്ഭവനിലെ 2 RSSകാരാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു. അതിനിടെ കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ രജിസ്ട്രാറുടെ വിശദീകരണം VC ഗവർണർക്ക് കൈമാറും. ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ കണ്ടാൽ ഇറങ്ങിപ്പോരാനേ കഴിയൂ എന്നാണ് ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി. അതിൽ തൃപ്തനല്ല ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. പരിപാടി കഴിയാതെ വേദി വിട്ട വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നും ഗവർണർ പദവിയെ അവഹേളിച്ചെന്നും രാജ്ഭവൻ ആവർത്തിക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയക്കും. അതായത് പ്രോട്ടോകോൾ ലംഘനം ഉയർത്തി ഗവർണറും ഭരണഘടന ഉയർത്തിക്കാട്ടി സർക്കാരും കത്തിലൂടെയുള്ള പോര് തുടരുമെന്ന് വ്യക്തം. ഗവർണറെ തെറ്റായി ഉപദേശിക്കുന്ന രാജ്ഭവനിലെ RSSകാരെ പുറത്താക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഗവർണറുടെ ഓഫീസിൽ കരകളഞ്ഞ 2 RSSകാർ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കുന്നതും അദ്ദേഹത്തിന് തെറ്റായി ഉപദേശിച്ച് കൊടുക്കുന്നതും. ആദ്യം ഗവർണർ ഓഫീസ് ശുദ്ധീകരിക്കണം. അവിടെ RSSൻ്റെ 2 നേതാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് രാജ്ഭവൻ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്നത് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട്, ഹൈക്കോടതി വിധികളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകേണ്ടതായിട്ടുണ്ട്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് പോലെ തന്നെ ഭാരതാംബയെ ചൊല്ലി കേരള സർവകലാശാല വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ VC രണ്ടാമത് ചോദിച്ച വിശദീകരണത്തിന് നേരത്തെ എല്ലാം വിശദീകരിച്ചതാണെന്നാണ് രജിസ്ട്രാറുടെ മറുപടി. മതചിഹ്നം വെച്ചതാണ് സംഘർഷത്തിന് കാരണമെന്നായിരുന്നു രജിസ്ട്രാറുടെ റിപ്പോർട്ട്. എന്താണ് മതചിഹ്നമെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു VCയുടെ ആവശ്യം. രജിസ്ട്രാർ നൽകിയ വിശദീകരണം VC ചാൻസലറായ ഗവർണർക്ക് കൈമാറും. രജിസ്ട്രാറുടെ മറുപടിയിൽ ഗവർണർ എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.